അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഖുർആൻ ഓതുന്നതിന്റെ കൂലിയെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്ന ഒരു ഹദീസ് നമുക്ക് പഠിക്കാം. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹി, ഖുർആനിൽ നിന്ന് ഒരു ഹർഫ് പാരായണം ചെയ്താൽ ഫലഹു ബിഹി ഹസന, ആ ഒരു ഹർഫിന് ഒരു ഹസനത്ത് കൂലിയുണ്ട്. ഒരു ഹസനത്ത് കൂലി എന്ന് പറഞ്ഞാൽ അത് 10 നന്മയാണ്. ഞങ്ങളുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലാ ഖൂലു, ഞാൻ പറയുന്നില്ല അലിഫ് ലാം മീം, അലിഫ് ലാം മീം എന്നുള്ളത് ഒരു ഹർഫാണെന്ന് ഞാൻ പറഞ്ഞില്ല. പിന്നെയോ അലിഫുൻ ഹർഫ്, വ ലാമുൻ ഹർഫ്, വ മീമുൻ ഹർഫ്. അലിഫ് ലാം മീം എന്ന് പറഞ്ഞാൽ 3 ഹർഫാണ്. അതുകൊണ്ട് ഈ അലിഫ് ലാം മീം എന്ന് ഖുർആനിൽ ഓതിയാൽ തന്നെ 30 പ്രതിഫലമാണ് നമുക്ക് കിട്ടുന്നത്. കാരണം 3 ഹർഫാണ്, ഒരു ഹർഫിന് 10, 3 ഹർഫിന് 30. അങ്ങനെ നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോൾ നമ്മൾ ഒരു ദിവസം ഒരു ജുസ് ഒക്കെ തീർക്കുകയാണെങ്കിൽ എത്ര കൂലി നമുക്ക് കരസ്ഥമാക്കാം. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമ്മളൊക്കെ ഖുർആൻ ധാരാളമായി ഓതി ഒരുപാട് പ്രതിഫലം വാങ്ങാനും അല്ലാഹുവിനെ തൃപ്തി കരസ്ഥമാക്കാൻ ശ്രമിക്കണം. ഇവിടെയാണ് നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാരും മൗലിയാക്കളും വിജയിച്ചത്. മഹാനായ ശാഫിഈ ഇമാം റമദാൻ മാസത്തിൽ ഒരു ദിവസം 2 ഖത്ം തീർക്കുകയും റമദാൻ അല്ലാത്ത ദിവസങ്ങളിൽ ഒരു ദിവസം 1 ഖത്ം തീർക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെയാണ് മഹാന്മാർ, മുൻകാല മഹാന്മാർ ദിവസം 1 ഖത്ം, 2 ദിവസം കൂടുമ്പോൾ 1 ഖത്ം, അങ്ങനെ നിരന്തരം ഖത്മുകൾ ഓതി തീർക്കുന്നവരായിരുന്നു. അല്ലാഹു തആല അവിടെയൊക്കെ പാത പിൻപറ്റി നമുക്കും ഖുർആൻ ധാരാളം ഖത്മുകൾ ഓതി തീർക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.